ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വീച്ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ കുഴപ്പമില്ലാതൊക്കെ പോന്ന്. എനിക്കെന്നാലും ഇച്ചിരി ചുമയൊക്കെ ഉണ്ട്, പിന്നെ മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ഇടയ്ക്കൊരു ക്ലാരിറ്റിയുടെ പ്രോബ്ലം വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അന്ന് പ്രൈസൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വെളിയിൽ ഫുഡ് കഴിക്കാൻ പോയില്ലേ, അവിടുത്തെ വിശേഷങ്ങളാണ്. അത് മാത്രമേ ഉള്ളൂ. കാരണം അത് തന്നെ എത്ര നേരം കൊണ്ടാണ് ഞാനത് ഞാൻ പറയില്ലേ, പല മൊബൈലിൻ്റെ അകത്തായിരുന്നു. തലയ്ക്ക് പ്രാന്ത് പിടിക്കും എല്ലാം കൂടെ. അത് ചില ക്ലിപ്പുകളൊക്കെ മിസ്സായിട്ടും ഉണ്ടായിരിക്കും. എല്ലാത്തിൽ നിന്നും കൂടെ ഒക്കെ ഒന്ന് നമ്മൾ സെറ്റാക്കി ഓർഡർ പ്രകാരം വരുമ്പം കുറേ പ്രോബ്ലങ്ങളൊക്കെ വരത്തില്ലേ. ഒത്തിരി സമയം എടുത്ത് അതിന് വേണ്ടി. വീഡിയോ 10-12 മിനിറ്റിൻ്റെ ഉള്ളെങ്കിലും ഞാനത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറേ സമയമെടുത്ത്. അന്നാണെങ്കിൽ എനിക്ക് ഇത്തിരി ത്രോട്ട് പെയിനായിട്ട് എനിക്ക് പോകണമെന്നും ഇല്ലായിരുന്നു. കോൾഡൊക്കെ ആയിട്ട് ആ വീഡിയോയിൽ കണ്ടാലറിയാം ഞാൻ തൂങ്ങിയായിരിക്കുന്നത്. ഉറങ്ങി ഒരു ഉഷാറില്ലാതായിരിക്കുന്നത്. പിന്നെ ഇവൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ പറഞ്ഞ എടാ മോനെ എന്നാൽ നമുക്ക് വേറൊരു ദിവസം പോകാം. അപ്പോൾ അവൻ പറഞ്ഞ് ബർത്ത്ഡേ അന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞ് ഇവനിങ്ങനെ ഈ നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് പോയത്. അല്ലെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു. കാരണം നമ്മളൊന്ന് എൻജോയ് ചെയ്യാനായിട്ടുള്ളൊരു മൂഡിലല്ലായിരുന്നു ഞാനിരുന്നത്. പിന്നെ പോയി. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഇടത്താണ് പോയത്. അപ്പോൾ പിന്നെ ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. എടാ ഇവൻ ഇന്ന് തൊട്ട് എക്സാം തുടങ്ങി. എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുത്തി ഒരു ചുമയാണ്. മിക്ക ആൾക്കാരും ചോദിക്കുന്നത് എല്ലാവരുടെ വീട്ടിൽ ഇത് തന്നെ സംഭവം. ചുമയും കോൾഡും. പനിയില്ലാത്ത ചുമയും കോൾഡും. നാട്ടിലാണെങ്കിൽ പിന്നെ പറയണ്ട, വീട്ടിൽ അമ്മയ്ക്കും തീരെ വയ്യ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഇപ്പോഴും മോനെ ഓരോരുത്തർ വിഷ് ചെയ്യുന്നുണ്ട്. താങ്ക്സ്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ. ഒരുത്തർ ഇവിടെ പഠിക്കാൻ പറയാൻ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ദിവസം മായ പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി അവനെ ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കാതെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെന്നോ കളിക്കട്ടെന്നോ കണ്ട. ഇവൻ പഠിക്കത്തില്ലെന്നേ. ഇവൻ ഇങ്ങനെ ചുമ്മാ നമ്മളിങ്ങനെ പഠിക്കുന്നു പറഞ്ഞാൽ കുറച്ച് പറയുമ്പോഴേലും ഇച്ചിരി നേരം ഇരിക്കും. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവമാനപ്പെടുത്തൊന്നുമില്ല. ചുമ്മാ പറയല്ലേ, ഞാനങ്ങ് പഠിക്കും കേട്ടോ. ഒന്ന് തലേന്ന് പൊക്കിയേ ഇച്ചിരി. ഓക്കെ, എന്നാ ഇനി പോയി പഠിച്ചോ. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന്, ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, ഫാം ഹൗസ് എന്ന് പറയുന്നത്. റേച്ചാൻ വന്ന വഴിക്ക് അവിടെ ടേബിൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറും ഉണ്ട്, ഗ്രൗണ്ട് ഫ്ലോറും ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ അങ്ങനെ അധികം ആൾക്കാരെല്ലാവരും ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരുന്നാൽ മതിയെന്ന്. അതുകൊണ്ട് വിശാലമായിട്ട് നമുക്കവിടെ ഇരിക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ മ്യൂസിക് ഉള്ളത് കൊണ്ട് കോപ്പിറൈറ്റ് വരുമേ. അതുകൊണ്ട് കഴിവതും ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അത് ചില സ്ഥലങ്ങളിലൊക്കെ ഒക്കുമെങ്കിൽ നമ്മൾ അല്ലാത്ത നോർമൽ സൗണ്ട് ഇടാമേ. ഇപ്പം ഞാൻ പറഞ്ഞ പുതിയ റെസ്റ്റോറൻറ്റ്, ഇതിൻ്റെ ബ്രാഞ്ച് പലയിടത്തും ഉണ്ട്. പക്ഷേ നല്ല നമുക്ക് സൗകര്യം ഇരിക്കാനാണെങ്കിലും എല്ലാം നല്ല സൗകര്യമുള്ള വാഷ്റൂം ആണെങ്കിലും എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള. പക്ഷേ അതനുസരിച്ച് കോസ്റ്റ്ലിയാണ്. എല്ലാം നല്ല അടിപൊളിയാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ, ഒരു നല്ലൊരു പോസിറ്റീവ് തിങ്കിങ് കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം ഞാൻ ഇരുന്നതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു കാര്യം, കാണാൻ നല്ല രസമല്ലായിരുന്നു. അത് ആരും എടുത്തതാ ഇച്ചിരി നേരം. അപ്പോൾ അവിടെ ടേബിളിൻ്റെ അവിടെ നടുക്ക് ഒരു സ്കാനർ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മൊബൈലിൽ സ്കാൻ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് അവിടെ എന്തൊക്കെ ഡിഷസ് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ സഹിതം റേറ്റും എല്ലാം വരും. നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സൂപ്പ് പറഞ്ഞ്, എനിക്കൊരു സൂപ്പ് കുടിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ത്രോട്ടിനൊക്കെ ഇതല്ലായിരുന്നോ, അതുകൊണ്ട് ഞാനും പറഞ്ഞ് നമുക്ക് നല്ലൊരു സൂപ്പ് എടുക്കാമെന്ന്. പക്ഷേ സൂപ്പ് നല്ല അടിപൊളിയായിരുന്നു.
പക്ഷെ ബാക്കിയൊക്കെ എനിക്ക് അത്ര അങ്ങോട്ട് ഇനി എൻ്റെ ടേസ്റ്റിൻ്റെ ആണോ എന്നറിയത്തില്ല. എനിക്ക് വായിക്കൊന്നും രുചിയില്ലാതെ ഇരിക്കുന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. വലിയതായിട്ട് എനിക്ക് ചില്ലി ചിക്കൻ ഇഷ്ടപ്പെട്ടു. വേറൊന്നുണ്ടായിരുന്നു, ചിക്കൻ തേച്ച എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടർ വാങ്ങിച്ചായിരുന്നു. അത് ഇന്നാളിലും ഒരിടത്ത് പോകണം ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. അത്ര എനിക്ക് അതത്ര ഇഷ്ടമായില്ല. കാരണം ഈ പനീർ പോലെ ചിക്കൻ പീസാക്കിയിട്ട് അതുപോലെ സോഫ്റ്റുമാണ്. അതിൻ്റെ മുകളിൽ പുതിനയില ചട്നിയൊക്കെ തേച്ച് അങ്ങനെയുള്ള ഇതായിരുന്നു, പുരട്ടി നല്ല കോട്ടിങ് പോലെ. എനിക്കത് ഇഷ്ടമായില്ല. അപ്പോൾ സൂപ്പ് നല്ലതായിരുന്നു. അപ്പോൾ സൂപ്പ് കുടിച്ചപ്പോഴത്തേക്കിന് അപ്പോൾ പ്രൈസൻ അവിടെ ഇരുന്നൊരു ഇത് പറഞ്ഞു. എന്തുവായിരുന്നടാ പ്രൈസൻ? രാമൻ, കൊറിയൻ ചില്ലി രാമൻ എന്ന് പറയുന്ന ഒരു നൂഡിൽസ്. സത്യം പറയാൻ ഞാൻ അതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ. അപ്പം പോള് പറഞ്ഞ് അപ്പോൾ ഞങ്ങളിന്ന് വെച്ചാൽ ബർത്ത്ഡേ ബോയ് അല്ലേ, അവൻ്റെ ഇഷ്ടത്തിനുള്ളത് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അത് പക്ഷേ ഇവിടെ സാധനങ്ങൾ ക്വാണ്ടിറ്റിയും തീരെ കുറവായിരുന്നു. ഞങ്ങൾ സൂപ്പ് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ സൂപ്പിൻ്റെ അകത്ത് ഇങ്ങനെ ഈ ഡ്രൈ നൂഡിൽസ് ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മൾ പൊടിച്ച് ഇട്ടിട്ട് തിന്നാൻ നല്ലതാണ്. അല്ലാതെ അത് പറക്കി തിന്നാൻ നമ്മൾ ഈ വെളിയിൽ നിന്നൊക്കെ നൂഡിൽസ് വാങ്ങിക്കുമ്പോഴും ഇതുപോലെ ഡ്രൈ നൂഡിൽസ് കിട്ടും. അത് നല്ല അടിപൊളിയാണ് തിന്നാൻ. അവൻ അന്നേരം സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഓർഡർ ചെയ്തത്. ഇങ്ങനെ ഒരു ബൗളിൻ്റെ അകത്ത് അവർ പറഞ്ഞിങ്ങനെ കുറേ വെജിറ്റബിൾസും അങ്ങനെയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബുൾസയും കാണും. അവനപ്പോൾ അവൻ്റെ സൂപ്പ് അങ്ങ് സൈഡിൽ അങ്ങ് മാറ്റി വെച്ച്. എൻ്റെ മോനെ അതിൻ്റെ അകത്ത് മഷ്റൂമുണ്ട്, ചിക്കൻ പീസുണ്ട്, എഗ്ഗ് പീസുണ്ട്, പിന്നെന്തുവാ. അന്നേരം പോള് പറഞ്ഞ് പറച്ചിൽ കണ്ടോണ്ടേ പോള് പറഞ്ഞ് അവനൂടെ ഒരെണ്ണം വേണമെന്ന്. പക്ഷേ ടേസ്റ്റ് എൻ്റെ പൊന്നോ ഞാൻ അവസാനം പറയാം. അപ്പോൾ ചോപ്പ് സ്റ്റിക്കും വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു ബൗളിന് 400 രൂപയോ 450 രൂപയും കണ്ടായിരുന്നു. അപ്പോൾ ഇവൻ കുറച്ചൊക്കെ അതിൻ്റെ അകത്ത് ബ്രോക്കോളി ഇതെല്ലാം ഹാഫ് ബോയിലാണ്. മഷ്റൂമൊക്കെ ആണെങ്കിൽ മഷ്റൂം ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. ഇവൻ വാങ്ങിച്ചിട്ട് സ്റ്റൈലിന് ഇവിടെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഈ പച്ചക്കറി ഒന്നും ഇവന്മാരിത് തിന്നത്തില്ല. അതും ഹാഫ് ബോയിൽ. അപ്പം നമ്മളെ കാണിക്കാൻ സ്റ്റൈലിലിരുന്ന് വലിയ അതാ ഇപ്പോൾ ഈ തിന്നുന്നത് മഷ്റൂമാണ്. എങ്ങനെ തിന്നുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. വലിയ ടേസ്റ്റിൽ അവനങ്ങ് കഴിക്കുക. അപ്പം മറ്റവനൊന്ന് ടേസ്റ്റ് എടുത്ത് നോക്കിയോണ്ടേ അവന് വേണ്ട. അവൻ പറഞ്ഞു ഓർഡർ ചെയ്യാഞ്ഞത് തന്നെ കാര്യമായിരുന്നു. ദൈവമേ. എന്നിട്ട് ഇവൻ കഴിച്ചിട്ട് അവനിപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് പറയാം, ആ നൂഡിൽസും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ മമ്മിയുടെ കാരണം കൊണ്ട് മമ്മി ഇങ്ങനെ എൻകറേജ് ചെയ്ത് കണ്ടോണ്ട് ഇവൻ്റെ തീറ്റ കണ്ടോണ്ട് ഞാൻ ചിന്തിച്ചോ വലിയ നല്ലതായിരിക്കുന്നു. എന്നിട്ട് അവസാനം അവൻ കുറച്ച് അവിടെ മാറ്റി വെച്ച്. എന്നിട്ട് ഞാൻ അതിൻ്റെ വെള്ളം കുടിച്ചാൽ വെള്ളം പോലും ഒരു ടേസ്റ്റ് ഇല്ലെന്നുള്ള ഇതൊക്കെ ഇവന്മാർ ഈ വീഡിയോയിൽ കണ്ടിട്ട് കൊറിയക്കാരുടെ ഈ അൽമാറിലിരുന്ന് കാണുന്നതാ ഈ കിറ് സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ കേട്ട് പറഞ്ഞതാ. അവൻ്റെ തീറ്റ കണ്ടിട്ടാ പോള് പോയി ഇച്ചിരി ടേസ്റ്റ് എടുത്തത്. പോളിന് അതോടുകൂടി ആ വെള്ളം കുടിച്ചപ്പോഴേ പോളിന് മതിയായി. സൂപ്പ് കൊണ്ടുവന്നിട്ട് ഉടനെ പ്രൈസൻ്റെ കൊറിയൻ ചില്ലി രാമൻ വന്നായിരുന്നു. ഞങ്ങളുടെ സ്റ്റാർട്ടർ ഇത്തിരി ലേറ്റായിട്ടാണ് വന്നത്. സൂപ്പ് കുടിയല്ലേ? അല്ല, സ്കൂളിൽ പോയി കുടി. സൂപ്പ് കൂടി എല്ലാവരും അകത്തുള്ള സാധനം പറ്റും. നമ്മൾ സ്റ്റാർട്ടർ പറഞ്ഞത് ചില്ലി ചിക്കനും പിന്നെ ചിക്കൻ തേച്ചാന്ന് പറയുന്നത്. അത് അത്ര സൂപ്പറൊന്നും അല്ലായിരുന്നു. പക്ഷേ ക്വാണ്ടിറ്റി തീരെ ഇല്ല ഇവിടുത്തേത്. അപ്പോൾ ഇത് കണ്ടോണ്ടേ മറ്റോന് ഞാൻ പറഞ്ഞ ഈ പ്രൈസൻ്റെ തീറ്റി അങ്ങ് നിന്ന്. അപ്പം ഞാൻ പറഞ്ഞെടാ സൂപ്പ് വെള്ളം ഇങ്ങനെ കിടക്കുക. ഞാൻ പറഞ്ഞ സൂപ്പ് കുറച്ച് നീ സ്പൂണിൽ കോരി കൂടി, അന്നേരം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഇവരൊക്കെ ഇല്ലേ വീഡിയോയ്ക്കകത്ത് കണ്ട് വേറെ സ്റ്റൈലിൽ കണ്ട് ആ ടേസ്റ്റ് ആയിരിക്കുമെന്നും പറഞ്ഞ് എത്രയ്ക്കാന്നേലും കൊറിയക്കാർ ഉണ്ടാക്കുന്നത് പോലെ ഇവിടെ ഉണ്ടാക്കുമോ? അല്ലെങ്കിൽ ഈ കൊറിയക്കാരൊക്കെ പച്ചയില്ലി എല്ലാം തിന്നുന്നത്. പ്രൈസം പറഞ്ഞും പോയി. എന്നിട്ട് പകുതിയും വേസ്റ്റാക്കി കളഞ്ഞു. ഞാൻ താണ്ട അതിൻ്റെ അകത്തെ ചിക്കൻ ഉള്ളതെടുത്ത് പറക്കി തിന്നു. എന്നിട്ട് ആ ചിക്കൻ തിന്നുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസമുണ്ട്. ഒരു വല്ലാത്ത നമുക്ക് സാധാരണ സൂപ്പൊക്കെ ആണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വെള്ളം കുടിക്കാമായിരുന്നു. ഇതതും ഇല്ല. അതിൻ്റെ അകത്ത് തന്നെ എനിക്കൊന്ന് ആ പച്ചക്കറിയുടെയൊക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു. മഷ്റൂമും അതെല്ലാം കൂടെ ഇട്ട് വേവിച്ച വെള്ളമായിരിക്കാം. ചിക്കൻ തേച്ചാൽ ഞാൻ കഴിച്ചില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ഇന്നാളിലും പോയെടുത്തുനിന്ന് ഇത് വേണ്ടായിരുന്നു. പക്ഷേ വേറെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെയിൻ കോഴ്സായിട്ട് നമ്മൾ വാങ്ങിച്ചത് ഫ്രൈഡ് റൈസാണ്.
ഇവന്മാർ പിന്നെ നൂഡിൽസ് വിടത്തില്ലല്ലേ, അങ്ങനെ പ്ലെയിൻ നൂഡിൽസ് വാങ്ങിച്ച്, അല്ലാതെ സിസവണൊന്നും ഇടണ്ടെന്ന് പറഞ്ഞ്, അല്ലാതെ പ്ലെയിൻ നൂഡിൽസും വാങ്ങിച്ച് അത് ഇവന്മാർക്ക് കൊടുക്കുക. എന്നിട്ട് റൈസും വാങ്ങിച്ചു. പിന്നെ റൈസിന് സൈഡ് ഡിഷായിട്ട് ചിക്കൻ ഗ്രേവിയാണ് വാങ്ങിച്ചത്. അവിടുത്തെ സർവീസിങ്ങും എല്ലാം നല്ല അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ഇതേ എനിക്ക് പറ്റുള്ളൂ, ക്വാണ്ടിറ്റിയും കുറവാണ്. 1-2 ചീസ് ഒക്കെ ഇത്തിരി ടേസ്റ്റ് വ്യത്യാസമാണ്. ഇനി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഇതല്ലേ. പ്രൈസൻ തിന്നിട്ട് ഇങ്ങനെ ലാവിഷായിട്ടിരുന്നാണ്. ഞാൻ പറഞ്ഞു ഇനിയും ചെന്ന് കിടന്നാൽ മതിയില്ല. അന്നേരം പറ ഇല്ല, ഞങ്ങൾ കേക്ക് വാങ്ങി. ഞാൻ കേക്ക് ഇവിടെ ഓർഡർ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്തതിന് ആ കൊച്ച് വയ്യ, അതുകൊണ്ട് റീച്ചാൻ വരുമ്പം കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ എന്തിച്ച് പോകുന്ന വഴിക്ക് അങ്ങ് വാങ്ങിക്കാമെന്ന്. പക്ഷേ ഞാൻ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ് ഇന്ന് ഇത്രയൊക്കെ അങ്ങ് ഫുൾ ലോഡായില്ലേ നമ്മൾ, പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അവൻ സമ്മതിക്കുമോ? അവൻ എന്നെ നിന്ന നിപ്പിൽ കൊണ്ടുവന്നവനാ. അവനങ്ങോട്ട് കൈകൂപ്പി കരയാനും തുടങ്ങി ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പം. മൗത്ത് ഫ്രഷ്നറാ, മൗത്ത് ഫ്രഷ്നർ എന്നാ. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുട്ടായി പോലെ ലഡു പോലുള്ള മൗത്ത് ഫ്രഷ്നർ കാണുന്നത്. സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെടി സോപ്പും പെരുംജീരകം പോലുള്ളതും ഇത്തിരി മധുരമുള്ള കുറേ കടുകുമണി പോലുള്ള സാധനങ്ങളൊക്കെ കാണുമല്ലേ, അതായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇത് സൂപ്പറായിരുന്നു. ഇച്ചിരി മധുരം പോലെയുണ്ട്, നല്ല ആ വെടി സോപ്പിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് വായിക്കകത്ത്. ഒരെണ്ണം ഇങ്ങനെ ഇട്ടാൽ മതിയല്ലേ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. പ്രിസമോൻ്റെ ബർത്ത്ഡേ പാർട്ടി. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.